സന്തോഷ വാർത്ത പറയാനായിട്ടുള്ള വ്ലോഗാണ്. ദേവിക പ്രസവിച്ചു. കഴിഞ്ഞ 30-ാം തീയതി ആയിരുന്നു രാവിലെ. മോളാണ് എന്റെ കയ്യിൽ ഇരിപ്പുള്ള ആള്. മിനി സ്ക്രീൻ സെലിബ്രിറ്റികളാണെങ്കിലും ഇപ്പോൾ വിജയ് മാധവനെയും ദേവിക നമ്പ്യാരെയും ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. എല്ലാ വിശേഷങ്ങളും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വിജയ് മാധവും ദേവികയും അറിയാറുണ്ട്. ദേവികയുടെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ സന്തോഷ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ അതത്ര സന്തോഷകരമായ ഒരു ജേണിയായിരുന്നില്ല എന്ന് വിജയ് മാധവ് പറയുന്നു. ദേവിക പ്രസവിച്ചു. മോളാണ്. കഴിഞ്ഞ 30-ാം തീയതിയായിരുന്നു പ്രസവം. വലിയ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പെറ്റ് പാക്കിംഗ്, അൺബോക്സ്, ഹോസ്പിറ്റൽ ബ്ലോഗ് എന്നൊക്കെ പലതും പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. 2-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനായിരുന്നു പറഞ്ഞിരുന്നത്. പ്രസവം 6-നോ 7-നോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 30-ാം തീയതി രാത്രി ഞാൻ എന്റെ സഹോദരിയെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദേവിക പറഞ്ഞു, വാട്ടർ ബ്രേക്ക് ആയോ എന്ന് സംശയമുണ്ട് എന്ന്. പിന്നെ പെട്ടെന്ന് എല്ലാം വാരിക്കെട്ടി ഒരു പോക്കായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ ചെറിയ ചില കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായി. ഒരു എമർജൻസി സീനൊക്കെയായി. അതുകൊണ്ട് ഇപ്രാവശ്യം നോർമൽ ഡെലിവറി അല്ലായിരുന്നു, എല്ലാം അബ്നോർമൽ ആയിരുന്നു. കയ്യിൽ നിന്നും പോയി. ആദ്യത്തെ പ്രസവം ഒരു സൂപ്പർ സുഖപ്രസവമായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ അങ്ങനെയായിരുന്നില്ല. ഒരു ദിവസം ഞാൻ എയറിലായിരുന്നു. വല്ലാതെ പേടിച്ചുപോയി. ഇപ്പോൾ കുഴപ്പമില്ല. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി. ഇപ്പോൾ പെട്ടെന്നൊരു വ്ലോഗ് ഇടാനുള്ള മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചവർക്ക് വേണ്ടി പറയണം എന്ന് കരുതിയാണ് ഇതൊക്കെയും പറയുന്നതെന്നും വിജയ് മാധവ് പറഞ്ഞു. ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളും വേണം. അപ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കുന്നത് എന്ന് ദേവിക പറയുന്നു. പക്ഷെ അപ്പോഴേക്കും എന്റെ ജീവൻ പോയനെ എന്നാണ് വിജയ് മാധവ് പറയുന്നത്. എന്തായാലും ആ അവസ്ഥയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹാപ്പിയായി വരുന്നു. വീട്ടിലെത്തിയിട്ട് മറ്റു വിശേഷങ്ങൾ അറിയിക്കാമെന്ന് വിജയ് മാധവും ദേവികയും പറയുന്നു.